വിധങ്ങളോർത്താൽ നന്ദിയാലുള്ളം നിറഞ്ഞിടുന്നേ. എന്നെ നടത്തുന്ന വഴികളോർത്താൽ ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുമേ. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. പാപക്കുഴിയിൽ ഞാൻ താണിടാതെൻ പാദം ഉറപ്പുള്ള പാറമേൽ നിർത്തി. പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടും സ്തുതികൾ എന്നേശുവിന്. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. ഉള്ളം കലങ്ങിടും വേളയിലൻ ഉള്ളിൽ വന്നേശു ചൊല്ലിടുന്നു. എല്ലും ഭയം വേണ്ട എൻ മകനെ, എല്ലാ നാളും ഞാൻ കൂടെയുണ്ട്. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. ഓരോ ദിവസവും വേണ്ടതെല്ലാം വേണ്ടും പോൽ നാഥൻ നൽകിയിടുന്നു. ഇന്നു തൃപ്തനായി തീർന്ന ശേഷം നന്ദിയാൽ സ്തോത്രം പാടുമെന്നും. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം
ഈ പുതിയ സംവത്സരത്തിൻ്റെ ആദ്യ ദിവസം എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പുതിയ സംവത്സരം കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതോർത്ത് ദൈവത്തിന് സകല ബഹുമാനവും നന്ദിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. സംഭവബഹുലമായ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. ഈ പുതിയ സംവത്സരത്തിൽ രാവിലെ സമയം ഉണർന്നെഴുന്നേൽക്കുവാൻ അതിൻ്റെ പ്രാരംഭ ദിവസത്തിൽ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് സുഖകരമായ നിദ്ര കർത്താവ് നൽകി തന്നു. ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഉണരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ മഹാകരുണയ്ക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ഭൂമുഖത്ത് ഓരോ ദിവസവും രാവിലെ കണ്ണുകളെ തുറക്കുവാൻ സഹായിക്കുന്നവൻ ദൈവമാണ്. നമ്മുടെ ഭവനങ്ങളിൽ സമാധാനം നൽകി തന്ന് സന്തോഷമായി ക്ഷേമമായി നമ്മുടെ ദേശത്ത് പാർത്ത് സന്തോഷത്തോടുകൂടെ ഉണർന്നെഴുന്നേൽക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കുന്നത് ദൈവത്തിൻ്റെ മഹാകരുണയാണ്. ഓരോ ദേശത്ത് എത്രമാത്രം അസമാധാനത്തിലും അസന്തുഷ്ടിയിലുമാണ് ആളുകൾ പാർക്കുന്നത്. എന്നാൽ ദൈവം നമ്മുടെ ദേശത്ത് സമാധാനം നൽകി തരുന്നു എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് രാവിലെ നമുക്ക് നൽകി തന്നിട്ടുള്ള ആയുസ്സിനായി, ആരോഗ്യത്തിനായി, സകലവിധ അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാവിലെ ദൈവവചനത്തിൽ നിന്ന് അല്പമായി ധ്യാനിക്കുവാൻ നാം ആഗ്രഹിക്കുന്നതായ വേദഭാഗം ഹഗ്ഗായി പ്രവചനത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ്. ഹഗ്ഗായി പ്രവചനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ ഇന്നു തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെപ്പീൻ എന്നാണ്. ഇന്നു തൊട്ട് നിങ്ങൾ മുൻപോട്ട് ദൃഷ്ടി വെപ്പീൻ. ഇസ്രായേൽ ജനത്തോട് ദൈവം അരുളി ചെയ്യുന്നതായ വളരെ പ്രധാനപ്പെട്ടതായ ചില വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത്. ഹഗ്ഗായി പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുകയാണ്, നിങ്ങൾ ഇന്നു തൊട്ട് മുൻപോട്ട് ദൃഷ്ടി വെപ്പീൻ. ഇന്നു തൊട്ട് എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ ഉള്ളതായ ചരിത്രം അതിൻ്റെ മുകൾ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 2-ാം അധ്യായം 15-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുൻപുള്ള കാലം വിചാരിച്ചുകൊള്ളുവിൻ. ആ കാലത്ത് ഒരുത്തൻ 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 പറ മാത്രമേ കാണുകയുള്ളൂ. ഒരുത്തൻ 50 പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. വെൺകതിരും വിഷമഞ്ഞും കൽമഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികളിലും ദണ്ഡിപ്പിച്ചു. എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഇന്നു തൊട്ട് മുൻപോട്ട് ദൃഷ്ടി വെച്ചുകൊള്ളുവിൻ. ഈ പശ്ചാത്തലം ഒരുപക്ഷെ നമുക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഈ വാക്കുകളിലൂടെ ഏറെക്കുറെ അത് വ്യക്തമാണ്. അതായത് യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുൻപുള്ള കാലം എന്ന് പറയുന്നത് അവരുടെ പരാജയത്തിൻ്റെ കാലമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ പരാജയത്തിൻ്റെ കാലം എന്ന് പറയുന്നത് അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെട്ടതായ സമയമാണ്. അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് മുഴുവൻ തകർത്ത് കളയപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ പരാജയത്തിൻ്റെ നാളുകളായിരുന്നു. അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാതെ അവർ ദൈവസന്നിധിയിൽ നിന്ന് വളരെയധികം അകന്നുപോയി. നാം വിവിധ വേദഭാഗങ്ങളിൽ അത് കാണുവാൻ കഴിയുന്നുണ്ട്. അനേക രാജാക്കന്മാർ അവരെ തകർത്ത് കളഞ്ഞപ്പോൾ അവർ തകർന്ന് തരിപ്പണമായിപ്പോയി. അവരുടെ ദേവാലയം തകർക്കപ്പെട്ടു. അവർ അടിമകളായി ബാബേലിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാനും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം അനുഭവിക്കുവാനും ഇടയായി തീർന്നതായ ചരിത്രം തിരുവെഴുത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സംബന്ധിച്ച് പ്രവാചകൻ പറയുകയാണ്, ആ കാലം നിങ്ങളുടെ പരാജയത്തിൻ്റെ കാലമാണ്. എങ്കിലും നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ മടി കാണിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇവിടെ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നതായ ഇന്നു മുതൽ നിങ്ങൾ മുൻപോട്ട് ദൃഷ്ടി വെച്ചുകൊള്ളുക. ദൈവത്തിങ്കിലേക്ക് ആര് മടങ്ങി വരുന്നുവോ അവരുടെ അനുഗ്രഹങ്ങൾ ആരംഭിക്കുകയാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവരുടെ അനുഗ്രഹങ്ങളുടെ പുതിയ വാതായനങ്ങൾ അവരുടെ മുൻപാകെ ദൈവം തുറന്നിടുകയാണ്. ഈ കഴിഞ്ഞൊരു വർഷക്കാലം ഒരുപക്ഷെ ദൈവത്തിങ്കിൽ നിന്ന് നാം അകന്നുപോയതായ സാഹചര്യമാണെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, നീ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാട്ടെ. മടങ്ങി വരുമ്പോൾ ഇന്നു മുതൽ നീ മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കും.
നിന്നെ അനുഗ്രഹിക്കുന്നതായ ദിവസമായി മാറും. ഹഗ്ഗായി പ്രവാചകൻ അതിൻ്റെ 2-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ സംവത്സരത്തിൻ്റെ ആരംഭ ദിവസം മുതൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. മടങ്ങി വരുന്നതിന് മുൻപുള്ളതായ ചരിത്രം, ഇസ്രായേലിൻ്റെ ചരിത്രം പറയുന്നത് അവർ തകർന്നു പോയി എന്നാണ്. തകർന്ന് തരിപ്പണമായി പോയി. ഇത് രാവിലെ പ്രിയമുള്ളവരെ, ഈ വർഷത്തിൻ്റെ ആരംഭ ദിവസത്തിൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്? നാം മലാഖി പ്രവചനത്തിൽ അത് കാണുന്നുണ്ട്. ഞങ്ങൾ ഏതിനാൽ മടങ്ങി വരേണ്ടു എന്ന് പുരോഹിതന്മാർ ചോദിക്കുന്നു. ഞങ്ങൾ എങ്ങനെയാണ് മടങ്ങി വരേണ്ടുന്നത്? ഞങ്ങൾക്ക് മടങ്ങി വരേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്നാണ് ഞങ്ങളുടെയൊക്കെ ചിന്ത. പക്ഷേ ദൈവവചനം പറയുകയാണ്, നീ മടങ്ങി വരണം. എങ്ങനെയാണ് മടങ്ങി വരേണ്ടുന്നത്? പിതാക്കന്മാരുടെ കാലത്തെ ഒന്ന് നാം നോക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, പിതാക്കന്മാരുടെ കാലത്ത് അവരുടെ ജീവിതത്തിൽ വളരെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ അവർ നിന്നിരുന്നു. പാട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു. വീടുകളിൽ രാവിലെയുള്ള പ്രാർത്ഥനയും വൈകുന്നേരമുള്ള ഭവന പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു. കുടുംബ പ്രാർത്ഥനയ്ക്ക് യാതൊരു മുടക്കവും വരുത്തിയിരുന്നില്ല. മാത്രമല്ല, കുടുംബത്തെ ദൈവസന്നിധിയിൽ നേരോടെ നിർത്തിയിരുന്നു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ദൈവസന്നിധിയിൽ അവർ പരിപാലിച്ചിരുന്നു. എന്നാൽ സ്ഥിതിയെല്ലാം മാറിപ്പോയി. വീടുകളിൽ പാട്ടില്ല, പ്രാർത്ഥനയില്ല. അതിന് പകരമായി മറ്റു പല കാര്യങ്ങളും വീടുകളിൽ സംഭവിക്കുകയാണ്. പലപ്പോഴും സീരിയലുകളുടെ മുൻപാകെ, സിനിമകളുടെ മുൻപാകെ മക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോകുന്നതായ ദുസ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. പാട്ടുകൾക്കും പ്രാർത്ഥനകൾക്കും പകരമായി ഭവനങ്ങളിൽ നിന്ന് ഉയരുന്നത് സീരിയലുകളുടെ കരച്ചിലും മറ്റും അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെയാണ്. ഇതെല്ലാം ദൈവസന്നിധിയിൽ നിന്ന് മനുഷ്യൻ, ദൈവമക്കൾ അകന്നുപോയി എന്നുള്ളതിൻ്റെതായ വ്യക്തമായ ചിത്രങ്ങളാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിന്ന് പാട്ടും പ്രാർത്ഥന ഉയരട്ടെ, സന്ധ്യാപ്രാർത്ഥനകൾ ഉയരട്ടെ, പ്രഭാത പ്രാർത്ഥനകൾ ഉയരട്ടെ. നമ്മളൊക്കെ രാവിലെ കിടന്ന് ഉറങ്ങുന്നതിന് പകരമായി അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ വിളിക്കുവാനുള്ളതായ വലിയ സാഹചര്യം നമ്മുടെ ഭവനങ്ങളൊക്കെ ഒരുങ്ങട്ടെ. അങ്ങനെയാണെങ്കിൽ ദൈവവചനം പറയുകയാണ്, ഞാൻ നിങ്ങളെ ഇന്നു മുതൽ അനുഗ്രഹിക്കും. ഈ പുതിയ സംവത്സരത്തിൻ്റെ ആരംഭ ദിവസം മുതൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് തുടങ്ങുന്നു. എങ്ങനെ? നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ, നമ്മുടെ ഭവനത്തെ ദൈവസന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നുവെങ്കിൽ, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ദൈവവചനത്തിനനുസരണമായി നമ്മുടെ കുടുംബത്തെ നയിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് തുടങ്ങും. രാവിലെ അങ്ങനെ ദൈവസന്നിധിയിലുള്ളതായ അനുഗ്രഹം ലഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം മുതൽ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ. കർത്താവ് നമ്മുടെ ഭവനങ്ങളുടെ ചുറ്റും കാവലായിരിക്കട്ടെ. 121-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന പോലെ, യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ എന്നെഴുതിയിരിക്കുന്നത് പോലെ അനുഗ്രഹകരമായ ഒരനുഭവം നമ്മുടെ ഭവനങ്ങൾക്കുണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാം ആഗ്രഹിക്കുന്നതായ നന്മകളെല്ലാം കർത്താവ് നമുക്ക് നൽകട്ടെ. ഒരുപക്ഷെ കഴിഞ്ഞ വർഷക്കാലം നമുക്ക് ലഭിക്കാതെ ഇരുന്നതായ അനേക നന്മകൾ, നാം ദൈവസന്നിധിയിൽ നിന്ന് ദൂരവേ പോയതുകൊണ്ട് നമുക്ക് അന്യം നിന്നുപോയ, നമുക്ക് നഷ്ടപ്പെട്ടു പോയതായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ പുതിയ വർഷത്തിൽ നമുക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയതായ, അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയതായ സമയമെന്ന് പറയുന്നത് അവർ ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇസ്രായേലിനോട് പറയുന്നത് പോലെ, ഇന്ന് തൊട്ട് നിങ്ങൾ മുൻപോട്ട് നോക്കുവീൻ, മുൻപോട്ട് ദൃഷ്ടി വെപ്പീൻ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നെഴുതിയിരിക്കുന്ന പോലെ ഈ പുതിയ സംവത്സരത്തിൻ്റെ ആരംഭ ദിവസം രാവിലെ സമയത്ത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും ഇതുതന്നെയാണ് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുവേൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്നതായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഈ പുതിയ വർഷത്തിൽ നമുക്ക് ലഭിക്കുവാനിടയാകട്ടെ. ലോക സാഹചര്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്, ഭയാനകമായ കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകൾ സംഭവിക്കുന്നത്. അതിനൊന്നും കുറവ് വരും എന്ന് നാം വിചാരിക്കേണ്ടത് ആവശ്യമില്ല. ഈ കഴിഞ്ഞ നാളുകൾ ഉണ്ടായതിനേക്കാൾ മാരകമായ, ഭയാനകമായ അനേക കാര്യങ്ങൾ ഒരുപക്ഷെ ലോകത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ടാകാം. അതിലൊന്നും നാം കുറവ് പ്രതീക്ഷിക്കേണ്ടുന്ന കാര്യമില്ല. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മെ അനുഗ്രഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ പരിപാലിക്കുന്ന
ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. രാവിലെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയുള്ള അനുഗ്രഹങ്ങളും നന്മകളും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുവാൻ ഇടയാകട്ടെ. ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹകരമായ ഒരു സങ്കീർത്തനം വായിച്ച് ഈ ധ്യാന ചിന്തകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 121 സങ്കീർത്തനം വായിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിൽ കൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ അനുഗ്രഹകരമായ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ സംവത്സരം കാണുവാൻ ഞങ്ങളെ ജീവനോടെ നിലനിർത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, സംഭവബഹുലമായ ഒരു വർഷക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഇന്ന് രാവിലെ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങളുടെ പരാജയത്തിൻ്റെ സമയത്ത് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അകന്നു പോയതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഒരുപാട് നന്മകൾ ഞങ്ങൾക്ക് നഷ്ടമായി പോയല്ലോ. എന്നാൽ കർത്താവെ, ഞങ്ങൾ മടങ്ങി വരുന്നു. ഈ പുതിയ സംവത്സരത്തിൻ്റെ ആദ്യ ദിവസം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങി വരികയാണ്. പുതിയ തീരുമാനങ്ങളോടെ കർത്താവെ, ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങി വരികയാണ്. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ബലഹീനതയും എല്ലാം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ അവിടുത്തെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്നു മുതൽ കർത്താവെ, മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുവാൻ ഇന്നു മുതൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ മടങ്ങി വന്നിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. സകലമാനവും മഹത്വവും ഞങ്ങൾ അവിടുത്തെ പാദത്തിൽ അർപ്പിക്കുന്നു. ഈ ഒരു വർഷക്കാലം മുഴുവൻ കർത്താവെ, അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകളും പ്രതീക്ഷിക്കുന്നതായ നന്മകളും എല്ലാം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ. അവിടുത്തെ കരം ഞങ്ങളോട് കൂടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നു മുതൽ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സമസ്ത കാര്യങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലമാനവും മഹത്വവും ഞങ്ങൾ അവിടുത്തെ പാദത്തിൽ അർപ്പിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.